നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പാലക്കാട് സ്വദേശി ഷമീറിനെ മാപ്പ് സാക്ഷിയാക്കും. ഷമീർ ടെഹ്റാനിലെത്തി വൃക്ക നൽകിയത് 6 ലക്ഷം രൂപയ്ക്ക്. അവയവം നൽകി മടങ്ങിയെത്തുന്നവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കഴിഞ്ഞ ഏപ്രിലാണ് പാലക്കാട് സ്വദേശി ഷമീർ കിഡ്നി വിൽക്കാൻ ടെഹ്റാനിലെത്തിയത്. നേരത്തെ പിടിയിലായ ഹൈദരാബാദ് സ്വദേശി ബെല്ലം രാജപ്രസാദ് ഗൊണ്ട മുഖാന്തരമായിരുന്നു യാത്ര. സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴിയാണ് അവയവക്കടത്ത് സംഘത്തിനെ പരിചയപ്പെട്ടതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ടെഹ്റാനിൽ സാബിത് നാസർ ശസ്ത്രക്രിയക്കുള്ള സൗകര്യമൊരുക്കി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മെയ് 18-ന് ഷമീർ തിരികെ ഇന്ത്യയിലെത്തി. മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ ആരോഗ്യസ്ഥിതി മോശമാണ്. അവയവദാതാക്കളുടെ ആരോഗ്യാവസ്ഥ മോശമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധു കൂടിയാണ് പിടിയിലാകാനുള്ളത്. നേരത്തെ പിടിയിലായ 3 പ്രതികളുടെയും രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തും. ഇരയായ ഷമീറിന്റെ മൊഴി കൂടി ലഭിച്ചതോടെ പഴുതടച്ചുള്ള കുറ്റപത്രം രാജ്യാന്തര അവയവക്കടത്ത് സംഘത്തിനെതിരെ സമർപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. മുഖ്യ കണ്ണിയായ മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.